ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ 10ാം ക്ലാസ്സിലെ IT-ലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് അഥവാ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്. ആ ഒരു ചാപ്റ്ററിലെ ഒരു കപ്പ് ആൻഡ് സോസർ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് ലാബിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ പലർക്കും ഇപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മയില്ല, അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് പലർക്കും മറന്നു പോയിട്ടുണ്ട്. ചിലർക്ക് നല്ല ഓർമ്മയുണ്ടാവും. എന്നാൽ നമ്മൾ ഇനിയുള്ള വീഡിയോകളിലൂടെ ആ ഒരു ചാപ്റ്ററിലെ ആ കപ്പ് ആൻഡ് സോസറിന്റെ ആ ഒരു ലോഗോയും ആ ഒരു ബാനറും തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. മറ്റ് ചാപ്റ്ററിന്റെ വീഡിയോകൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പോൾ കുടുംബശ്രീ സംരംഭത്തിന്റെ ഒരു റെയിൻബോ കോഫി ഷോപ്പ്, ഒരു കോഫി ഷോപ്പിന്റെ ഒരു ബാനറാണ്, ഒരു ലോഗോയും അതിനൊരു ബാനറാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് ആദ്യം ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ നിന്നും ഗ്രാഫിക്സിലേക്ക് വരുന്നു. ഈ എടുക്കുന്ന വിധമൊന്നും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്നും ഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ക്സ്കേപ്പിന്റെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യാറുള്ളത്? ഈ ഒരു പേജ് ബോർഡർ ഇവിടെ നിന്ന് ഒഴിവാക്കും. അപ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താ പറയുക, ഇതിനെ എന്താ പറയുക, ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് തിയറിയിൽ അത് ആവശ്യമായിട്ട് വരും, ചോദിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും കുറച്ചുകൂടി അത് പറയുമ്പോൾ മനസ്സിലാകാൻ അത് ആദ്യം അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം ഇത് നമ്മുടെ പേജ് ബോർഡർ ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല ഇപ്പം. അതുകൊണ്ട് എന്ത് ചെയ്യാം, തൽക്കാലം നമുക്ക് ഈ ഒരു പേജ് ബോർഡറിന്റെ ഇവിടെ നിന്ന് ഒഴിവാക്കാം. അതിനെന്ത് ചെയ്യാം, ഫയലിലേക്ക് പോകുന്നു. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്, നമ്മൾ ആദ്യം എടുക്കുന്ന ഓപ്ഷൻ ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ താഴെയായിട്ട് ബോർഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷോ പേജ് ബോർഡർ എന്ന സ്ഥലത്ത് ഒരു ടിക്ക് മാർക്കാണ് അവിടെ ഉള്ളത്. ആ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് ബോർഡറും അതേ സമയത്ത് പോയത് കാണാം. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ പേജ് ബോർഡർ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു വിൻഡോ കിട്ടി. നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലോഗോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സോസറും ഈ ഒരു കപ്പും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്? ഇതുവരെ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയില്ലെങ്കിലും പേടിക്കേണ്ട, നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അത് പഠിച്ചു പോകാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള, സർക്കിൾ വരക്കാനുള്ള ടൂളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നമ്മുടെ സർക്കിൾ ടൂൾ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത്തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിൾ കിട്ടി. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നിറം കൊടുക്കണമല്ലോ. ഇവിടെ താഴെയുള്ള കളർ പാലറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നിറം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഏകദേശം ചോദ്യത്തിൽ കാണുന്നത് പോലുള്ള, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലുള്ള നിറം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിന് ഗ്രേഡിയൻറ്റ് കൊടുക്കണം. നമ്മൾ ഇങ്ക്സ്കേപ്പിൽ വരയ്ക്കുന്ന ഇത്തരം ഷേപ്പുകളെയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ഒബ്ജക്റ്റിലേക്ക് പോകുന്നു. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോങ്, ഈ എടുക്കുന്ന വിധം മാറിപ്പോവരുത്. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ ഇവിടെ വരുന്നത് കാണാം. ഇതിനെയാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു വിൻഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒബ്ജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കതിന് ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ഇത് കണ്ടോ, നമുക്ക് ഈ രണ്ടറ്റത്തേക്ക് ഡാർക്ക് കളറും നടുവിലേക്ക് വരുമ്പോൾ നമുക്കതിനൊരു വൈറ്റ് കളറുമാണ് ഉള്ളത്. അതിനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക? നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ 3 ഓപ്ഷൻസ് കാണാം അല്ലേ? 3 എണ്ണം ഉണ്ട്. ഇതിൽ ആദ്യത്തെ ടാബിലുള്ളത് ഫില്ലാണ്, രണ്ടാമത്തെ സ്ട്രോക്ക് പെയിൻറ്റ്, മൂന്നാമത്തെ സ്ട്രോക്ക് സ്റ്റൈല്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഫില്ലിലേക്ക് പോകാം. ഫില്ലിൽ എന്തൊക്കെയുള്ളത്? ഇത് നോ പെയിൻ്റ് ആണ്, ഇത് ഫ്ലാറ്റ് കളറാണ്, ഇത് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്, ഇത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്, ഇത് മെഷ് ഗ്രേഡിയൻ്റ് ആണ്, അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് നോ പെയിൻറ്റ്, പിന്നെ ഫ്ലാറ്റ് കളർ, പിന്നെ ലീനിയർ ഗ്രേഡിയൻറ്റും ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് റേഡിയൽ ഗ്രേഡിയൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. ഈ റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലേ? നടുവിലൊരു കളറ്, പുറത്തേക്ക് വേറെ ഒരു കളറാകുന്ന രീതിയിൽ അത് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിതിനാവശ്യമായ രീതിയിൽ ഇതിൻ്റെ കളറ് മാറ്റം വരുത്തണം. അപ്പോൾ ഇതിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിത് ഇത്തരത്തിലുള്ള ഒരു നോഡ് വരുന്നത് കാണാം. ഓക്കെ, അതിൽ നടുവിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ താഴെ കളർ പാലറ്റിൽ നിന്നും വെള്ള നിറം സെലക്ട് ചെയ്തു.
അതിനുശേഷം സൈഡിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നിറം സെലക്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം ഈ ഒരു നിറമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിനെ നോഡ് എന്നാണ് പറയുക. ഈ നോഡ് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, നോഡ് പിടിച്ച് വലിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ 3 മാർഗ്ഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് എഡിറ്റിലേക്ക് പോവുക. അവിടെ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, അതല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി അമർത്തിയാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഈ 3-ൽ ഏത് മാർഗ്ഗം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഈ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതാ എനിക്ക് ഇതിന് മുകളിലായിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിനി ഈ ഒരു ഒബ്ജക്റ്റിനെ നേരെ തിരിച്ച് ഇതിന് മുകളിൽ തന്നെ വെക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്കതിനെ കുറച്ചൊക്കെ ചെറുതാക്കാം. അപ്പോൾ ചെറുതാക്കുമ്പം കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുക. അതെന്തിനാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതാ ഇവിടെ പിടിച്ചിട്ട് കുറച്ചൊന്ന് ചെറുതാക്കി ആ ഒരു ഒബ്ജക്റ്റ് ചെറുതായി വരുന്നത് കാണാം. ഓക്കെ, ഇതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ റേഡിയൽ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിന് മുകളിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നടുവിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡാർക്ക് കളർ കൊടുക്കാം. സൈഡിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നോഡിനെ പിടിച്ച് വലിച്ച് ഏകദേശം അതിനെ നല്ല അടിപൊളിയാക്കി വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ ചിത്രത്തെ ആ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ ആക്കി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. കാരണം ഇത് കണ്ടോ, ഇതിനകത്തൊരു റിങ് പോലെ ഉണ്ടല്ലേ. അപ്പോൾ അത് ഇതിന് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്തുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിനി മറ്റൊരു മാർഗ്ഗമാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ഡി പ്രസ് ചെയ്യുന്നു. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ കുറച്ചൊന്ന് ചെറുതാക്കാം. എന്തിനാണ് ഈ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുന്നത്? അത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു സർക്കിൾ വരക്കുവാണ്. ഓക്കെ, അതിന് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് കളർ കൊടുത്തു. ഇത് വെച്ചിട്ട് നമുക്ക് എന്തിനാണ് കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുക എന്ന് നോക്കാം. ഞാനിപ്പം ഈ ഒരു സർക്കിളിനെ കൺട്രോളും ഷിഫ്റ്റും ഒന്ന് പ്രസ് ചെയ്യാതെ ഒരു ഭാഗം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു പോകുന്നത് അല്ലേ. ഒരേപോലെ ഞാൻ വലിക്കുമ്പോൾ വലുതായി വരണം അല്ലെങ്കിൽ ചെറുതായി പോകണം എന്നാണെങ്കിൽ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് വലിക്കുമ്പം എല്ലാ ഭാഗവും ഒരേപോലെ വലുതാകുന്നതും ചെറുതാകുന്നതും കാണാം. അതിനുവേണ്ടിയാണ് കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പണിയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സർക്കിളിന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ട്രോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതേപോലെ ഒരു റിങ് പോലെ വരണ്ടേ. അപ്പോൾ അതിനൊരു സ്ട്രോക്ക് കൊടുക്കണം. നിങ്ങളുടെ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആ വിൻഡോ വന്ന് നിൽക്കും. അതിനകത്ത് ഫിൽ എന്ന ഭാഗമാണല്ലോ, ഈ ഒരു ഫിൽ എന്ന ടാബാണ് നമ്മൾ ഇത്ര സമയം യൂസ് ചെയ്തത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലാറ്റ് കളറാണ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇവിടെ വന്നിട്ട് കാണൂല. ഇവിടെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് കാണാത്തത് പറഞ്ഞുതരാം. നമുക്കിനിയിപ്പോൾ ഇവിടെ ഞാൻ സ്ട്രോക്ക് ഫ്ലാറ്റ് കളർ കൊടുത്തു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഏകദേശം ആ ഒരു കളർ ഇവിടെ കൊടുക്കുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒരു മാറ്റവും പ്രത്യേകിച്ച് സൂക്ഷിച്ച് നോക്കി ചെറുതായിട്ട് കാണാമെങ്കിലും അങ്ങനെ കാണാൻ മാത്രം വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ആ ഒരു സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് വളരെ ചെറുതാണ്. അത് നമുക്ക് കൂട്ടിക്കൊടുക്കണം. എങ്ങനെ കൂട്ടാം? സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരുന്നു. സ്ട്രോക്ക് സ്റ്റൈലിൽ ഇവിടെ അതിൻ്റെ വിഡ്ത്ത് കാണാം. അതൊന്ന് കൂട്ടിക്കൊടുക്കുന്നു. ഈ ഒരു ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് കൂടി വരുന്നത് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയാണ് അതാക്കിയത്. ഇനി നമുക്കിതിൻ്റെ നിറം മാറ്റണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് വരുന്നു. നമുക്ക് ഇവിടെ നിന്ന് നിറം മാറ്റാം. ഇനി അതല്ല, ഒരു മാർഗ്ഗം കൂടിയുണ്ട് സ്ട്രോക്കിൻ്റെ നിറം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് മാത്രം മാറ്റിയിട്ട് പഠിക്കും. പക്ഷേ തിയറിയിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. നമുക്ക് ഈ കളർ പാലറ്റ് യൂസ് ചെയ്തിട്ടും ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്കിന് കളർ കൊടുക്കാം. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ജസ്റ്റ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഫില്ലാണ് ആവുന്നത് അല്ലേ. അതിനകത്തേക്ക് ഫില്ലായി പോകും. പക്ഷേ നമുക്ക് അങ്ങനെയല്ലാതെ ഒരു മാർഗ്ഗമുണ്ട്.
ഇത്രേ ചെയ്യണ്ടു. നിങ്ങൾക്ക് സ്ട്രോക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്കിനാണോ കളർ കൊടുക്കേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കളർ പാലറ്റിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്ത് നോക്കിയേ. കണ്ടോ, അതിൻ്റെ സ്ട്രോക്കിനാണ് ആ പെയിൻറ് വന്നത്. ഇത് വെറുതെ ഞാൻ പറഞ്ഞതല്ല, ഇത് തിയറിയിൽ ചോദിക്കാറുണ്ട്. ഈ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നമുക്കിനി മറ്റൊരു മാർഗം നോക്കാം. അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താലും മതി. ഓക്കെ, ഞാനിപ്പം ഡ്യൂപ്ലിക്കേറ്റ് അവിടെ എടുത്തു വെച്ചു. ഇതിന് മുകളിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അതിനെ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടുവരുന്നു. ഓക്കെ, നമുക്കിനി ഇതിനൊരു സ്ട്രോക്ക് ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാനിവിടെ ഇത് ഈ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും നോ പെയിൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ കൊടുത്താൽ മതി. ഇത്രയും വേണ്ട. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് ഇതാ ഇവിടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഏറ്റവും മുകളിലാണല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതിനൊക്കെ ഏറ്റവും താഴെ കൊണ്ടുവരണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടാണ്. ഇത് തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും പ്രാക്ടിക്കലിൻ്റെ പ്രവർത്തനം അത് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമ്മുടെ കീബോർഡിൽ ഏറോ കീ പ്രസ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ക്രമീകരിക്കാം. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിപ്പോൾ ഇത് ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് പിടിച്ച് വലിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നു. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റും നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ വലിക്കുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇതൊറ്റൊരു സംഭവമായിട്ട് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കോഫി ഒഴിക്കേണ്ട, അല്ലെങ്കിൽ ചായയോ കോഫിയോ എന്തോ ആവട്ടെ, കോഫി ഒഴിക്കേണ്ട ആ ഒരു കപ്പ് ഉണ്ടാക്കണം. ഇവിടെ സർക്കിൾ ടൂൾ ഉണ്ട്. ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു സർക്കിൾ നമ്മൾ വരക്കുന്നു. ഇനി നമുക്കിതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ട്രാൻസ്ഫോം ടൂള് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റേഡിയൽ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഫില്ലിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് എടുത്തിട്ട് ഇതിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നോഡ് വന്നു. നടുവിൽ നമുക്ക് വൈറ്റ് കൊടുക്കണം. സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് ഡാർക്ക് കളർ കൊടുക്കാം. ഇവിടെ ഈ ഒരു വശം നമുക്ക് ഇതിനകത്ത് നിന്ന് മുറിച്ച് കളയണം. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം അതാണ്. വീണ്ടും നമ്മൾ സർക്കിൾ ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഇതാ ഇവിടെ ഒരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, ആ സർക്കിൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു യെല്ലോ കളർ കൊടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ട്രാൻസ്ഫോം ടൂൾ എടുക്കുക. ട്രാൻസ്ഫോം ടൂൾ എടുക്കുക, നമുക്കിതിനെ കൃത്യമായിട്ട് മാറ്റി വെക്കാൻ പറ്റും. എന്നിട്ട് ഏകദേശം അതൊരു കപ്പിൻ്റെ ഷേപ്പിൽ വരുന്ന വിധത്തിൽ ഇതിന് വെക്കുക. ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യണം. ഇതുമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മാർഗം പറഞ്ഞുതരാം. ഒന്ന്, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ സെലക്ട് ആവും. അല്ലെങ്കിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് രണ്ടാമത്തതിൽ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതിനുശേഷം പാത്തിൽ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, പാത്തിൽ ഡിഫറൻസ്. എക്സാമിന് ടെൻഷന് മാറിപ്പോവരുത്. ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാത്തിൽ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ അതാ ആ ഭാഗം നമുക്ക് മുറിഞ്ഞു കിട്ടും. ഇനി നമുക്കിതാ ഇവിടെ ഈ ഒരു ഭാഗമാണ് കൊടുക്കേണ്ടത്. അതിന് വീണ്ടും നമ്മൾ സർക്കിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതാ ഇവിടെ നിന്ന് സർക്കിൾ ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഇതാ ഇവിടെ ഒരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ സർക്കിളിൻ്റെ കളറ് യെല്ലോ ആണ്. നമുക്കത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. താഴെ കളർ പാലറ്റിൽ നിന്നും അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു. വീണ്ടും ട്രാൻസ്ഫോം ടൂൾ എടുത്തു, എന്നിട്ട് അതിനെ ഏകദേശം ഇത് ഇവിടെയായിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് സർക്കിൾ എടുത്തിട്ട് ഇതിനെ നടുവിൽ വരച്ചിട്ട് അതിനെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതിന് സ്ട്രോക്ക് കൊടുത്തിട്ട് ആക്കാം. ഞാനിപ്പോൾ തൽക്കാലം സ്ട്രോക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം, ഫ്ലാറ്റ് കളർ. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രോക്കിന് അതേ നിറം തന്നെയാണ് വേണ്ടത്. നമുക്ക് ആ സ്ട്രോക്ക് കാണാത്തത് ഇതിനകത്തൊരു ഫിൽ കളർ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്ക് അങ്ങ് ഒഴിവാക്കിയാലോ. അതിനായിട്ട് ഫില്ലിലേക്ക് പോവാം. ഫില്ലിലേക്ക് പോയാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് നോ പെയിൻറ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അകത്തുള്ള കളർ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ട്രോക്ക് കാണാം. സ്ട്രോക്കിന് ഇത്ര പോരാ, കുറച്ചുകൂടി വിഡ്ത്ത് വേണം അല്ലേ. ഇതെവിടെ സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വിഡ്ത്ത് ഉണ്ട്, അത് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പിടിച്ച് വലിച്ചിട്ട് ഏകദേശം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് നമ്മുടെ കോഫി നിറയ്ക്കണം അല്ലേ, നമ്മുടെ കാപ്പി നിറച്ച് കൊടുക്കണം. അതിനായിട്ട് വീണ്ടും നമ്മൾ സർക്കിൾ എടുക്കുന്നു. നമുക്കിതാ ഇവിടെ നിന്ന് സർക്കിൾ എടുക്കാം. എന്നിട്ട് ഇതാ ഇവിടെ ഒരു സർക്കിൾ വരക്കുന്നു. നമ്മൾ നേരത്തെ അതിനകത്തുള്ള കളർ ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് കൊടുത്തത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ വന്നത്. അത് നമ്മുടെ മിസ്റ്റേക്ക് ഒന്നുമല്ല, നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം, ഫില്ലിലേക്ക് വരിക. അവിടെ നമ്മൾ നോ പെയിൻ്റ് ആണല്ലോ കൊടുത്തത്, അതുകൊണ്ടാണ് അതിനകത്തെ കളർ പോയത്. നമുക്കിവിടെ നിന്ന് ഫ്ലാറ്റ് കളർ കൊടുക്കാം.
അപ്പോൾ ഒരു കളർ വന്നിട്ടുണ്ട്. അത് നമുക്ക് കളർ പാലറ്റിൽ നിന്നും മാറ്റാം. ഈ ഒരു കളർ കൊടുക്കാം. ഇനി നമുക്കിതിന് സ്ട്രോക്ക് വേണോ? വേണ്ട. നമ്മുടെ കോഫിക്ക് എന്തിനാ സ്ട്രോക്ക്? അപ്പോൾ അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. അതിനായിട്ട് സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് പോകുന്നു. ഇവിടെ നോ പെയിൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സ്ട്രോക്ക് കാണാതായി. ഓക്കെ, ആ സ്ട്രോക്ക് പോയി. ഇനി നമുക്ക് ഇതിനൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. വീണ്ടും ഫില്ലിലേക്ക് വരുന്നു. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ട്രാൻസ്ഫോം ടൂൾ എടുത്തിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നും ഫില്ലിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോഡ് വരും. അറ്റത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കളർ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നടുവിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുന്നു. ഇനി ഇതിനെ നോഡ് പിടിച്ച് വലിച്ചിട്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് ഏകദേശം ഇവിടെ ആയിട്ട് വെക്കുന്നു. ഇത് നമ്മുടെ കോഫി കപ്പിൻ്റെ പുറത്താണുള്ളത്. പുറത്തായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മളിവിടെ ഒബ്ജക്റ്റിലേക്ക് പോകുന്നു. ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യാം. ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം. അപ്പോൾ അത് താഴേക്ക് പോയി. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് പിടിക്കണമെങ്കിൽ ഒരു പിടി വേണ്ടേ? അപ്പോൾ ആ പിടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേപോലെ നമുക്കൊന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? വീണ്ടും നമ്മളൊരു സർക്കിളാണ് വരയ്ക്കുന്നത്. വീണ്ടും നമ്മൾ ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇത്തരത്തിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതിന് നമുക്ക് മറ്റൊരു നിറം കൊടുക്കാം. നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഭാഗം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് വീണ്ടും ഞാനൊരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അത് നമ്മൾ വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇതിന് മുകളിൽ നിന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. അതിനെന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കാം. അത് കാണുന്നില്ല, അത് ഒരേ നിറമായതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് മഞ്ഞ കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് കാണാം. ഈ രണ്ട് ഒബ്ജക്റ്റും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ പാത്തിൽ ഡിഫറൻസ് കൊടുക്കാം. പാത്തിൽ ഡിഫറൻസ്. അപ്പോൾ ആ നടുവിലുള്ള ഭാഗം പോയി. ഇനി കഴിഞ്ഞില്ല, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ച് കളയണം. വീണ്ടും ഒരു സർക്കിൾ എടുക്കുന്നു. ജസ്റ്റ് ആവശ്യമില്ലാത്ത ഭാഗം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതും സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്യാം. അതിനിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അത് രണ്ടും സെലക്ട് ആയി. ഓക്കെ, എന്നിട്ട് പാത്തിൽ ഡിഫറൻസ് കൊടുക്കാം. അപ്പോൾ അതും മുറിഞ്ഞു പോയി. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറകിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിൻ്റെ പുറകിലേക്ക് മാറ്റാനായിട്ട് അതിൽ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം കൊടുത്താൽ മതി. അപ്പോൾ അത് പുറകിലേക്ക് പോയിക്കോളും. ഓക്കെ, നമ്മൾ വീണ്ടും ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് മുകളിൽ ഒരാവി പറക്കുന്നത് പോലെ എനിക്ക് കിട്ടണം. നല്ല ചൂടുള്ള ചായ ആവട്ടെ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള കോഫി ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു ആവി പറക്കുന്ന രൂപം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഡ്രോ കാലിഗ്രാഫിക് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഡ്രോ കാലിഗ്രാഫിക്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെയായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും ഇതേപോലെ ഒരു 2-3 ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. വരച്ചു. ഇപ്പോൾ ഇത് മഞ്ഞ നിറമാണ്. മഞ്ഞയല്ല നമുക്ക് വേണ്ടത്, അതിനെ കളർ മാറ്റാം. കളർ മാറ്റാനായിട്ട് ഇവിടെ സെലക്ഷൻ ടൂൾ ഉണ്ടല്ലോ, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, അടുത്തതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു കളർ കൊടുക്കുന്നു. എല്ലാത്തിലും ആ കളർ കൊടുത്തു. ഇനി നമുക്ക് ഈ 3 ഒബ്ജക്റ്റിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്തു. ഇനി നമുക്ക് അതൊരു ബ്ലറായിട്ടാണല്ലേ വരുന്നത്. ആവി ഇങ്ങനെ ഒരു ബ്ലറായ രൂപത്തിലല്ലേ നമുക്ക് കാണേണ്ടത്. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ താഴെയായിട്ട് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ബ്ലറിൽ ഈ ഒരു ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വരുന്ന മാറ്റം? ശ്രദ്ധിച്ചോ? ഇനി നമുക്ക് ഈ ഒരു ആവിയും അതേപോലെ താഴെയുള്ള ഈ ഒരു കപ്പിനെയും മുഴുവനായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനായിട്ട് ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഇതിന് മുകളിലേക്ക് വെക്കണം. കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് തരുന്നത്. അതൊരു കമാൻ ആകൃതിയിലാണുള്ളത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സർക്കിളാണ് ആവശ്യമായിട്ടുള്ളത്. സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഒരു സർക്കിൾ ഇതേപോലെ വരയ്ക്കുക. വരച്ചു. നമുക്കത് തൽക്കാലം ഞാനൊരു നീല കളർ കൊടുക്കുവാണ്. ഒരു അർദ്ധവൃത്തമാണ് വേണ്ടത്, അഥവാ സെമി സർക്കിളാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 0.000 ഉള്ളത് അതങ്ങ് സെലക്ട് ചെയ്തിട്ട് 180 എന്ന് കൊടുക്കാം. 180.
എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പകുതിയായിട്ട് മുറിയും. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി ഞാനിവിടെ സ്റ്റാർട്ടിലല്ല എൻഡിലാണ് 180 എന്ന് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ മുകളിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗം അവിടെ തന്നെ വന്നു, മുകളിലുള്ള ഭാഗം പോയി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ കേട്ടോ. നമുക്കത് പകുതിയായി മുറിഞ്ഞ് കിട്ടി. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൂളുണ്ട്. ഒരു എ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് വലുതാക്കണം, അതേപോലെ ബോൾഡൊക്കെ ആക്കണം. അതിനുവേണ്ടി ഇത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 3 തവണ സ്പീഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. 1 2 3. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ നോർമൽ എന്നാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബോൾഡ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂടി. ഇനി നമുക്കിതിനെ വലുതാക്കണം. ഫോണ്ട് സൈസ് ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളർ മാറ്റണം. ഇതിന് മുകളിൽ ഒരു 3 തവണ സ്പീഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ചുവപ്പ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ അർദ്ധവൃത്തവും ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകുന്നു. ഇവിടെ പുട്ട് ഓൺ പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, പുട്ട് ഓൺ പാത്ത് അത് കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിത് സൈഡിലാണുള്ളത്. ഇത് നമുക്ക് ഏകദേശം സെൻറ്ററിലേക്ക് ക്രമീകരിക്കണം. അതിനുവേണ്ടി ഈ എയുടെ ഇപ്പറായിട്ട് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്പേസ്, നമ്മുടെ കീബോർഡിലെ സ്പേസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിത് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു നീല അർദ്ധവൃത്തം ആവശ്യമായിട്ടില്ല. ഈ ഒരു സെമി സർക്കിൾ നമുക്ക് ഒഴിവാക്കാം. അതിനെന്ത് ചെയ്യുന്നു, നമ്മുടെ സെലക്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു സെമി സർക്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലെ ഫില്ലിനകത്ത് ഇവിടെ നമുക്കൊരു നോ പെയിൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഒന്നിക്കൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോ പെയിൻറ് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, തിയറിയിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ കളർ പാലറ്റിനകത്ത് ഏറ്റവും ആദ്യമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു കളർ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റിനെയും അതേപോലെ നമ്മുടെ ഈ താഴെയുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, ഇത് മുഴുവനായിട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് താഴെ ഒരു ബോക്സ് വരച്ചിട്ട് ഇതേപോലെ ടെക്സ്റ്റ് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. ക്രിയേറ്റ് റെക്റ്റാങ്കിൾ എന്ന ടൂൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരക്കും. നമുക്ക് അതിനൊരു കളർ കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമായിട്ടുള്ള നിറം ഒരു പച്ചയാണ്. ആ ഒരു പച്ച നിറം നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താനുണ്ട്. നമുക്ക് ടെക്സ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. ഇതിന് മുകളിൽ ഒരു 3 തവണ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിനെ ബോൾഡ് ആക്കാം. നോർമലിൽ മാറ്റി അത് ബോൾഡ് ആക്കുന്നു. അപ്പോൾ കുറച്ചൊന്ന് കട്ടി കൂടി. ഇനി നമുക്കിതിനെ പച്ച കളർ കൊടുക്കാം. അപ്പോൾ താഴെ നിന്നും ഗ്രീൻ കളർ നമുക്ക് കളർ പാലറ്റിൽ നിന്നും കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നു. ഇനി നമുക്കിതിനെ പിടിച്ച് വലിച്ച് കുറച്ചൊന്ന് വലുതാക്കണം. അപ്പോൾ അതിനെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ വലുതാക്കാം. കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ച് ഞാൻ ഇതിനെ കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളത് വെച്ചു. ഇനി നമുക്ക് ഇത്ര മാത്രം പോരാ. ഇതിന് താഴെയായിട്ട് നിങ്ങളുടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, താഴെ ഒരു ഷാഡോ പോലെ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു റോസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് റോസോ ബ്ലാക്കോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം, ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. നമ്മൾ പലതവണ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡി അമർത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് പിടിച്ച് വലിച്ച് മുകളിൽ വെക്കുവാണ്. ഓക്കെ, എന്നിട്ട് താഴെയുള്ളതിന് നമുക്കൊരു നിറം കൊടുക്കാം. ഇവിടെ റോസ് ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ തൽക്കാലം അത് കാണാൻ വൃത്തിക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതിന് ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് ഇതിന് മുകളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. ഇതേപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്താൽ മതി. ഇതിനെ വലിച്ച് ഇവിടെ വെക്കാം. ഇനി നമുക്കിതിനെ മുഴുവനായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ സ്ക്രീന് നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ ഒരു പ്ലസ് മൈനസ് കീ ഉണ്ടല്ലോ, അതിൽ മൈനസ് ക്ലിക്ക് ചെയ്താൽ കുറച്ചൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഒന്നായിട്ട് കിട്ടി. ഇവിടെ ഒരു വൈറ്റ് ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് നോക്കാം. നമുക്കിവിടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ബ്ലാക്ക് ആണ് കളറ്. നമുക്ക് താഴെ നിന്നും വൈറ്റ് കൊടുക്കാം.
ഇനി നിങ്ങൾ ചോദ്യത്തിൽ നോക്കിക്കോ, ഇവിടെ നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കോ, ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡർ ഉണ്ട് അല്ലേ, ഒരു ബ്ലാക്ക് സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലെ സ്ട്രോക്ക് പെയിൻറ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇവിടെ ഫ്ലാറ്റ് കളർ കൊടുക്കുക. അപ്പോൾ അവിടെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കളർ സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ഇത്ര സ്ട്രോക്ക് വേണ്ട, നേരിയതാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോകുന്നു. ഇവിടെ ഇത് കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്യാം. ഇതിനെ ഇനി ഏറ്റവും പുറകിൽ കൊണ്ടുപോകണം അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം കൊടുക്കാം. അപ്പോൾ അത് പുറകിലേക്കായി വന്നു. ഇനി നമുക്ക് ഏകദേശം ഇതിന് ചുറ്റുമായിട്ട് ഇതിനെ ക്രമീകരിക്കാം. ഓക്കെ, നമ്മളത് വൃത്തിയിൽ അവിടെ ക്രമീകരിച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വീണ്ടും ഗ്രൂപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. നമ്മുടെ ലോഗോവും കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തരത്തിലൊരു ഇമേജ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഇമേജ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതിലെങ്ങനെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പുറമേ നിന്നും ഒരു ഇമേജ് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഫയലിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം, മറന്നു പോകരുത്, ഫയലിൽ ഇമ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങളുടെ ചിത്രം എവിടെയാണെന്ന് നോക്കുക. നിങ്ങളുടെ ഹോമിൽ, ഇവിടെ ഏസർ എന്നതാണ് എൻ്റെ ഹോം, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഹോമിലെ സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സ്റ്റാൻഡേർഡ് 10-ൽ നിങ്ങൾക്കിവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ തൽക്കാലം BG ഇമേജ് 1 അതാണല്ലോ നമ്മുടെ ഈ ഒരു ചിത്രത്തിലുള്ളത്, അത് തന്നെ സെലക്ട് ചെയ്യുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് താഴെ ഓപ്പൺ കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിത്രം ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പിടിച്ച് വലിച്ച് നമുക്ക് ആവശ്യത്തിന് വലുതാക്കാം. ഞാനിതാ ഇത്ര വലിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോഗോയെ ഇതിന് മുകളിലേക്ക് കൊണ്ടുവരണം. ഇതിപ്പോൾ ശ്രദ്ധിച്ചോ, ഇതിപ്പം ഇതിൻ്റെ അടിയിലാണുള്ളത്. നമുക്ക് ഒന്നിക്കൽ ഈ ഒരു ചിത്രത്തെ ഇതിന് പുറകിൽ വരുത്തിക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ മുകളിൽ കൊണ്ടുവരാം. എങ്ങനെയായാലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം ഇതിനെ മുകളിൽ വരുത്തുകയാണ്. ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റേസ് കൊടുത്താലും മതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് തൊട്ട് മുകളിൽ വരും, അതായത് തൊട്ട് മുകളിൽ വരും. റേസ് ടു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒബ്ജക്റ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരും. നമുക്കിവിടെ ഏത് കൊടുത്താലും കുഴപ്പമില്ല, റേസ് ടു ടോപ്പ് കൊടുക്കാം, കാരണം അതിന് തൊട്ട് താഴെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് റേസ് ടു ടോപ്പ് കൊടുത്താലും റേസ് കൊടുത്താലും മുകളിൽ തന്നെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ആയിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ടെക്സ്റ്റ് അതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെയിൻബോ കോഫി ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതിന് മുകളിൽ 3 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് സെലക്ട് ആവും. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ബോൾഡ് കൊടുക്കുന്നു. കുറച്ച് വലുതാക്കാനായിട്ട് ഇവിടെ 30 ആണുള്ളത്, അത് മാറ്റിയിട്ട് ഞാനൊരു 56 കൊടുക്കുന്നു. ഇനിയും നമുക്കിതിന് വലിപ്പം വേണം. അതിനായിട്ട് ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ പിടിച്ച് വലിച്ച് വലുതാക്കാം. ഇനി നമുക്കിതിനെ കളർ മാറ്റണം. ഓക്കെ, ഏകദേശം ആ ഒരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ പുറകിൽ ഒരു ഷാഡോ പോലെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതും ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് അതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. താഴെ നിന്നും ബ്ലാക്ക് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനെ അതിന് മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് വലിച്ച് ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് താഴെ നോക്കാം. ഒരു കുടുംബശ്രീ സംരംഭം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതൊരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സ് വരക്കാം. വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. ഇതിനൊരു ലൈറ്റ് ബ്ലാക്ക് കളർ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. അതിനൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ആ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് ഇവിടെ നോ പെയിൻറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി, ആ ഒരു സ്ട്രോക്ക് പോയിക്കോളും. ഓക്കെ, ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ടെക്സ്റ്റ് ചേർക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാനൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് മലയാളത്തിലാണ് ഒരു കുടുംബശ്രീ സംരംഭം എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, മുകളിൽ ഇവിടെയായിട്ട് EN എന്ന് കാണാം, അഥവാ ഇംഗ്ലീഷാണ്. ഇത് മാറ്റിയിട്ട് മലയാളം കൊടുക്കുക. ഓക്കെ, മലയാളം ടൈപ്പിംഗ് അറിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അത് തൽക്കാലം ഈ ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കീകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വലുതാക്കാം. ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഈ 30 മാറ്റിയിട്ട് കുറച്ച് വലുതാക്കുന്നു. ഓക്കെ,
ഞാനൊരു 56 കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതാ ഇവിടെയുണ്ട് കേട്ടോ. ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയാളത്തിൻ്റെ ഫോണ്ട്, ഇപ്പം മഞ്ചരി എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ട്, ഞാൻ തൽക്കാലം അതാണ് കൊടുക്കുന്നത്. മഞ്ചരി എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് അത് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചൊരു വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ച് ഇവിടെ കൊണ്ടുപോയി വെക്കാം. അതേപോലുള്ള ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മുഴുവനായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യണം. വീണ്ടും മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റിൽ നമുക്കിവിടെ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചിത്രത്തിൽ നോക്കാം. ഇവിടെ കണ്ടോ ഒരു ബോർഡർ ഒക്കെ ഉണ്ട് അല്ലേ, ഒരു ഗ്രീന് ബോർഡർ ഉണ്ട്. അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വരച്ച് ചേർക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇത് കുറച്ച് ചെറുതാക്കുകയാണ്. അതിനെ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി വെക്കാം. ഇനി നമുക്ക് വീണ്ടും റെക്റ്റാങ്കിൾ, ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു വലിപ്പത്തിലൊരു ബോക്സ് വരയ്ക്കുന്നു, റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതിന് പച്ച നിറം കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ ഏറ്റവും പുറകിൽ ആക്കി വെക്കണം അല്ലേ. അതിനുവേണ്ടി ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം കൊടുക്കാം. ഓക്കെ, ലോവർ ടു ബോട്ടം കൊടുത്ത് അത് പുറകിലായി. ഇനി നമ്മുടെ ഈ ഒരു ബാനറിനെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് വലുതാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി ഇത് കംപ്ലീറ്റായി സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രവർത്തനം തീർന്നു. ഇതാണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്കിതിനെ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തത് SVG ഫയലായിട്ട് തന്നെ സേവ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ബാനർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മൾ തയ്യാറാക്കിയതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയലിൽ സേവ് കൊടുക്കാം. ഓക്കെ, ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡെസ്ക് ടോപ്പിൽ, നിങ്ങളുടെ എക്സാമിനാണെങ്കിൽ എക്സാമിന് അത് പറയും, ഇന്ന ഫോൾഡറിൽ എന്ന് പറയും. ഞാൻ ഡെസ്ക് ടോപ്പിൽ IT എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കപ്പ് എന്ന് മാത്രം കൊടുത്തു. എക്സാമിനാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറുമാണ് കൊടുക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഇവിടെ നമ്മൾ കപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. താഴെ സേവ് ബട്ടൺ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ .svg തന്നെയല്ലേ വന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഫയൽ ആ ഒരു ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം, നിങ്ങൾ കൊടുത്ത പേര് ഇവിടെ വന്നിട്ടുണ്ടാവും സേവ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. ഇതിനെ PNG ഫോർമാറ്റിലേക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് കൂടി നോക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സൈഡിൽ ഒരു പുതിയ വിൻഡോ വരും. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ആസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് എവിടെ സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ഫോൾഡർ എടുക്കുക. ഞാനിവിടെ ഡെസ്ക് ടോപ്പിൽ IT എടുക്കുന്നു. ഇവിടെ കപ്പ് എന്ന് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം .png എന്നുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എവിടെയാണെന്നുള്ള ആ ഒരു പാത്തും ഫയൽ നെയിമും കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും സെലക്ഷൻ തന്നെ കൊടുക്കുക. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ കൊടുക്കണം. പലപ്പോഴും വിചാരിക്കും ഈ ഒരു എക്സ്പോർട്ട് ആസ് മാത്രം കൊടുത്താൽ മതി, അത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. എന്നിട്ട് ക്ലോസ് ചെയ്യരുത്. എക്സാമിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ അവിടെ എക്സ്പോർട്ട് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് എക്സ്പോർട്ട് ബട്ടൺ കൂടി നിർബന്ധമായിട്ടും ക്ലിക്ക് ചെയ്യണം. അതും കൂടി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം തീർന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ ഒരു പണി തീർന്നു. നമ്മൾ സേവ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നോക്കിക്കഴിഞ്ഞു. ഇനിയുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോകളുണ്ട്. അതേപോലെ തന്നെ ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും ഇതിൻ്റെ തന്നെ തിയറി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം.